എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ ചെയ്യുന്ന വാർത്തകളിലൊക്കെ തന്നെ ഒരു 90% എൻ്റെ ഫോളോവേഴ്സ് എനിക്ക് തരുന്ന വാർത്തകളാണ്. പലരും പണിക്ക് പോകുമ്പോൾ അതല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അവിടെ കാണുന്ന ഓരോ വാർത്തകളും വിശ്വാസമുള്ളതുകൊണ്ടാണ് അവരെനിക്ക് അയച്ചു തരുന്നത്. ഞാൻ ഈ ചെയ്യുന്ന വാർത്തകൾ 90% എൻ്റെ ഈ ഫോളോവേഴ്സ് എനിക്ക് അറിയിച്ചു തരുന്നത്. പല സ്ഥലങ്ങളിൽ നിന്ന് അതായത് നമ്മുടെ ചാലക്കുടിക്ക് പുറത്തും തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തു നിന്നൊക്കെ പലരും വാർത്തകൾ അയച്ചു തരാറുണ്ട്. അങ്ങനെ ഒരു ചേട്ടൻ നമ്മുടെ കൊരട്ടിയിലുള്ള കോനൂരുള്ള അഖിലേഷ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫോളോവർ, ആ ചേട്ടൻ ഇന്ന് കാണിച്ചു തന്നൊരു ചെറിയ സംഭവമാണ്. ആൾ മേസമണിക്ക് പോകുന്ന ചേട്ടനാണ്. ആൾ തൃശ്ശൂർ കുട്ടനല്ലൂർ ഭാഗത്ത് അവിടെ മേസമണിക്ക് പോകുന്നതാണ്. ആ ചേട്ടൻ അവിടെ നിന്ന് പോയി വരുന്ന സമയത്ത് ആ കുട്ടനല്ലൂർ ബൈപ്പാസ് ആ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ നിന്ന് തിരിഞ്ഞു വരുന്ന ഭാഗം, അവിടെ നിന്ന് ചാലക്കുടിക്ക് ബസ് കയറാൻ നിൽക്കുന്ന ഭാഗത്ത് കണ്ട ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും ആ ഒരു കാര്യം അത് വരുത്തി വയ്ക്കാവുന്ന അപകടം എന്ന് പറയുന്നത് വലിയ സംഗതിയായിരിക്കും. അവിടെ ഡിവൈഡറിനോട് ചേർന്ന് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഒരു കുറ്റി, ഒരു ഇരുമ്പിൻ്റെ കുറ്റിയാണ്, അതിങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട്. എനിക്കറിയില്ല അതിങ്ങനെ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അവിടെ നിർത്തിയേക്കുന്നതാണോ എന്നറിയില്ല. എന്നാലും എന്ത് വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നിർത്തിയേക്കുന്നതാണെങ്കിലും ആ സംഭവം അപകടമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ്സുകൾ വന്ന് നിൽക്കുന്നത് അതിൻ്റെ ഏകദേശം തൊട്ട് ഫ്രണ്ടിലും മുൻപിലൊക്കെ ആയിട്ടാണ്. നമുക്കറിയാം ബസ് വരുന്ന സമയത്ത് എന്തായിരിക്കുന്നത്, ബസ്സിൽ പെട്ടെന്ന് കയറാൻ വേണ്ടി ആളുകളെല്ലാവരും ബസ്സിനോടൊപ്പം ഓടും. അതാണ് നമ്മൾ കാണുന്ന കാഴ്ച. ഇവിടെ ആ ചെരിഞ്ഞ് നിൽക്കുന്ന കുറ്റിയിൽ വന്ന് കയറാനായിട്ട് സാധ്യതയുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ബസ്സിൽ കയറുന്ന സമയം എന്ന് പറഞ്ഞാൽ ആർക്കും വേറെ ഒരു ചിന്തയില്ല, ഫസ്റ്റ് സീറ്റ് എങ്ങനെ ഒപ്പിക്കാം എന്നുള്ളതാണ് എല്ലാവരും ചിന്ത. എങ്ങനെയെങ്കിലും ബസ്സിൽ കയറി പറ്റുക, സീറ്റ് ഒപ്പിക്കുക, അല്ലെങ്കിൽ അതിനൊരു ഇടം കണ്ടെത്താം ബസ്സിൻ്റെ ഉള്ളിൽ. അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരു ഓട്ടമായിരിക്കും ബസ്സിൻ്റെ ഒപ്പം, ബസ് ഇങ്ങനെ വന്ന് നിൽക്കും. തീർച്ചയായിട്ടും ഈ ചെരിഞ്ഞ് നിൽക്കുന്ന കുറ്റി അതൊരു അപകടമാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് ഏത് തദ്ദേശഭരണ സംവിധാനത്തിൻ്റെ കീഴിലാണെന്ന് പറയുന്നതറിയില്ല. ഹൈവേയിലായതുകൊണ്ട് ഹൈവേ അതോറിറ്റിക്കായിരിക്കാം. ഒരുപക്ഷേ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്രക്കാർക്ക് കുറേ കൂടി വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും, അല്ലേ? ഇപ്പോൾ അഖിലേഷേട്ടനാണ്, കൊരട്ടിയിലുള്ള കോനൂരുള്ള അഖിലേഷേട്ടനാണ് എന്നെ അത് കാണിച്ചു തന്നത്. തീർച്ചയായിട്ടും ആ കുറ്റി അപകടമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞ മാതിരി നമുക്ക് കാണുന്നതൊക്കെ വികസനമായിട്ട് തോന്നണമെന്ന് പണ്ടൊരു രാഷ്ട്രീയ നേതാവ് എന്നോട് പറഞ്ഞ പോലെ അതെന്ത് വികസനമാണെന്ന് എനിക്കറിയില്ല. ആ സാധനം വലിയ അപകടാവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നാണ് എൻ്റെ കാഴ്ച. നിങ്ങൾക്ക് അവിടെ തൃശ്ശൂർ അവിടെ ഭാഗത്ത് ബസ് കയറാൻ നിൽക്കുന്ന ആൾക്കാരെ തോന്നുന്നുണ്ടോ? കാരണം അത് അപകടമാണ്. ആളുകൾ ഓടി വന്ന് അതുമ്പോൾ കയറും. അത് വലിയ അപകടം. കാരണം തട്ടി വീണ് ഈ ബസ്സിൻ്റെ ഉള്ളിലേക്ക് പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. കാരണം സ്ത്രീകളൊക്കെ ബസ് കയറാൻ നിൽക്കണമെന്ന് നമുക്കറിയാം, അവർക്ക് ബാഗ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാവരും കൂടി പോകുന്നു, അതുമ്പോൾ തട്ടി വീണ് അപകടത്തിനെ അത് ക്ഷണിച്ചു വരുത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് വികസന സംഗതി ഒന്നും അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. എന്തായാലും ഇത് നമ്മളോടത് സ്നേഹം കൊണ്ട് നമുക്ക് ആ വാർത്ത ഇട്ട് തന്ന അഖിലേഷാണ്, 1000 നന്ദി. ഇത് ആരിടപെടുമെന്നൊന്നും എനിക്കറിയില്ല. ഏതെങ്കിലും മനുഷ്യസ്നേഹികളോ അല്ലെങ്കിൽ ഏത് സംവിധാനമാണെന്ന് അറിയില്ല, എനിക്കറിയില്ല. ആ പ്രദേശം ഏത് തദ്ദേശഭരണ സംവിധാനത്തിൻ്റെ കീഴിലാണ് വരുന്നത്. എന്തായാലും അവിടെ ഒരു ജനപ്രതിനിധികളുണ്ടാവും, അവർ വിഷയത്തിലൊന്നും ഇടപെടണം. അത് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.